ഗുഡ് മോർണിംഗ് പ്രിയ പ്രേക്ഷകരെ, പ്രത്യേകിച്ച് എൻ്റെ സിംഹകുട്ടി, എൻ്റെ ഫോളോവേഴ്സ്, പിന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റെല്ലാവർക്കും. ഇപ്പോൾ രാവിലെ 1:45 AM, അതായത് നമ്മുടെ രാത്രി. ഇന്നൊരു സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയി. കുടുംബമായിട്ടാണ് പോയത്. എന്നും പോകുമ്പോൾ ഞാനും ഭാര്യയും മകനും കൂടെ സെക്കൻഡ് ഷോ പടത്തിന് പോയി. ഡൂഡ് എന്നാണ് സിനിമയുടെ പേര്. സിനിമ കണ്ടു. എനിക്കിഷ്ടപ്പെട്ടു, മകനിഷ്ടപ്പെട്ടു, വൈഫിന് ഇഷ്ടപ്പെട്ടു. മകൻ പറഞ്ഞു, ഈ നടൻ്റെ ഡൂഡിലിപ്പോൾ അഭിനയിച്ചിരിക്കുന്ന നടൻ്റെ മറ്റ് സിനിമയ്ക്ക് ഒപ്പം എത്തിയില്ല എന്ന് പറഞ്ഞു. കാരണം അത് അവൻ്റേതായ അഭിപ്രായമുണ്ട്. കാരണം ഈ നടൻ്റെ എല്ലാ സിനിമകളും അവൻ കാണുന്ന ആളാണ്. പ്രതീഷ് രംഗനാഥൻ്റെ, പ്രതീഷിൻ്റെ സിനിമകളെല്ലാം മകൻ റെഗുലറായി കാണുന്ന വാച്ച് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഇവൻ്റെ പ്രദീപ് രംഗനാഥൻ്റെ ലാസ്റ്റ് 2 സിനിമ 100 കോടി ക്ലബ്ബിൽ പിടിച്ച ചിത്രവുമാണ്. പക്ഷെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ഉള്ള ലെവലിൽ ആയിട്ടില്ല. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമയും കണ്ടിട്ടില്ല. പക്ഷെ മകൻ ഇദ്ദേഹത്തിൻ്റെ ഫാനാണ്. പ്രദീപ് രംഗനാഥൻ്റെ മകന് 14 വയസ്സ്. നല്ല ഫാനാണ് ഇദ്ദേഹത്തിൻ്റെ. നല്ല ഫാനെന്നല്ല, ഇത്തിരി കുഴപ്പമില്ല. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ ലവ് ഫെയിലിയർ സിനിമയുടെ, കാതലൻ സിനിമയുടെ, പ്രണയത്തിൻ്റെ സിനിമയുടെ, പ്യാറിൻ്റെ സിനിമയുടെയൊക്കെ ഒരു വല്ലാത്ത ആളാണെന്നാണ് പറയണത്. അതായത് കുറച്ച് കാലത്തിന് മുമ്പേ ഇതിൻ്റെ ഈ സിനിമകളൊക്കെ ധനുഷാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നൊക്കെ പുള്ളിക്കാരന് അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ജനറേഷനിൽ ഇവരുടേത്, ഈ പുതിയ ലേറ്റസ്റ്റ് ഇതിൽ. അപ്പോൾ അങ്ങനെ അവൻ്റെ ഒരു കൂടെ താല്പര്യം കൊണ്ട് ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയതാണ്. സിനിമയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പേ ഞാൻ അവരുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഫാമിലിയുടെ അഭിപ്രായം ഒരു വിഷയമാണല്ലോ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് എൻ്റെ മകൻ ന്യൂജനാണ്. ഞാൻ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട്, കാരണം അവരുടെ പുതിയ കുട്ടികളുടെ അഭിപ്രായങ്ങൾ തേടിയാൽ മാത്രമാണ് നമുക്കും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ എവിടെയോ പഠിച്ച പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ ശീലിച്ച കുറേ കാര്യങ്ങൾ മാത്രം വെച്ച് ഒരിക്കലും മുന്നോട്ട് പോകാൻ ഇപ്പം കഴിയില്ല. കാരണം ഓരോ ദിവസം കഴിയുന്തോറും പുതിയ അപ്ഡേഷനും പുതിയ കാര്യങ്ങളും ഉണ്ട്. ആ ലോകത്തിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല, നമ്മുടെ ലോകത്ത് നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഈ ഡൂഡ് സിനിമയെ കുറിച്ച് എനിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെ പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് ഈ നടനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പ്രതീഷ് രംഗനാഥ് വളരെ സിമ്പിളായിട്ട് ഒരു ലവ് ഫെയിലിയർ ആക്ട് ചെയ്യണ ഒരു നല്ലൊരു നടൻ, കഴിവുള്ള നടൻ. നാളെ പല സിനിമകളിൽ കൂടി ഉയർന്നു മുന്നേറാൻ ഉള്ള എല്ലാ സാധ്യതയുള്ള നടൻ തന്നെയാണ്. കാരണം അദ്ദേഹം ഇപ്പോഴും സിനിമകളൊക്കെ അഭിനയിക്കണമെങ്കിലും 3-4 വർഷം കഴിയുമ്പോൾ ഇദ്ദേഹം വമ്പൻ സിനിമകളുടെ ആളാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ, സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു പ്രധാന ഒരു ഹെവി നടൻ എന്ന് പറയുന്ന ഒരു 1000 കോടി ക്ലബിലൊക്കെ എത്താൻ സാധ്യതയുള്ളൊരു നടൻ തന്നെയാണ് ഈ പ്രതീഷ് രംഗനാഥൻ. കാരണം അദ്ദേഹത്തിന് റേഞ്ച് ഉണ്ട്. ഇപ്പോഴത്തെ ഏജിനനുസരിച്ച് അദ്ദേഹം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം നല്ല സ്കില്ലുള്ള ആളാണ്. കാരണം അദ്ദേഹത്തിന് എന്തുകൊണ്ട് സ്കില്ലുണ്ടെന്ന് പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഈ സിനിമയിൽ എടുക്കുന്ന അർപ്പണ മനോഭാവം, ആ പടത്തിൻ്റെ കഥാപാത്രത്തിന് വേണ്ടി, അതായത് തൻ്റെ ഗ്ലാമർ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാതെ, തന്നെ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് കാണിക്കാതെ, ആ കഥാപാത്രത്തിന് വേണ്ടി വളരെ കെയർലെസ് ആയിട്ട് ഒരു മേക്കപ്പ് പോലും ചെയ്യാതെ കഥാപാത്രം എന്താണോ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യണം അദ്ദേഹം. അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ഈ പടത്തിന് ആവശ്യമായ രീതിയിലെല്ലാം തന്നെ അദ്ദേഹം നൃത്തവും മറ്റു കാര്യങ്ങളും പരിശീലിക്കുന്നുണ്ട്. അത് നമുക്ക് ആ സീന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട്, പിന്നെ ആക്ഷൻ രംഗങ്ങളിലൊന്നും കെട്ടില്ല. അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആക്ഷൻ രംഗം ചെയ്യണത്. വലിയ പ്രായമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. 3-4 സിനിമ കൊണ്ട് വളരെ വേഗം ഫേമസ് ആവുകയും എന്നാൽ അതിൽ കാര്യമുണ്ടെന്ന് തെളിയിക്കുകയും ചെയ്യുന്ന നടനാണ്.
അതാണ് എൻ്റെ അഭിപ്രായം. ഒരു നടൻ എന്നുള്ള നിലയിലേക്ക് പ്രതീഷിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം അതാണ്. കാരണം എനിക്ക് ഇദ്ദേഹത്തെ അറിയില്ല, ഞാൻ ഇദ്ദേഹത്തിൻ്റെ സിനിമ ഒന്നും കണ്ടിട്ടുമില്ല. മകൻ്റെ അഭിപ്രായം തേടിയിട്ട് മകൻ്റെ ഒരു താല്പര്യം കൂടെ കൊണ്ടുപോയി കണ്ട പടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയണത്. കാരണം അദ്ദേഹത്തിന് എല്ലാ മേഖലയിലും സ്കില്ലുണ്ട്. സ്കില്ലെന്ന് പറഞ്ഞാൽ നല്ല സ്കില്ലുണ്ട്. ആ സ്കില്ല് എങ്ങനെയെന്ന് പറഞ്ഞാൽ അദ്ദേഹം നന്നായിട്ട് അത് ഉപയോഗിക്കുന്നു. അത് അഭിനയത്തിലാവട്ടെ, നൃത്തത്തിലാവട്ടെ, ആക്ഷനിലാവട്ടെ, ചളി കോമഡിയിലാവട്ടെ, എന്നാൽ അതൊരു നിലവാരമുള്ള രീതിയിലോട്ട് പടം സീരിയസിലോട്ട് പോകുമ്പോൾ അദ്ദേഹം വളരെയേറെ സീരിയസ് ആവുന്ന ലെവലിലാവട്ടെ. ഇതൊന്നുമല്ല സുഹൃത്തുക്കളോട്ട് കൂട്ടുകൂടിയിരുന്നിട്ട് ഒരു ലവ്ലി ഫ്രണ്ട്ഷിപ്പ് പറയണേലാവട്ടെ. പക്ഷെ ഇതെല്ലാം മാറിയിട്ട് പ്രണയത്തിൻ്റെ ആഴങ്ങളിലോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു വല്ലാത്ത തീവ്രതയുണ്ട്. അതൊക്കെ വളരെ അപൂർവം ചില നടന്മാർക്കേ അഭിനയിക്കാൻ പറ്റുള്ളൂ. അപൂർവം എന്ന് പറഞ്ഞാൽ അപൂർവം ചില നടന്മാർക്ക്. ബാക്കിയൊക്കെ നമുക്ക് ഇത്രയൊന്നും ആഴത്തോട്ടൊന്നും ഒരു നടൻ ഇറങ്ങിച്ചെല്ലാനൊന്നും പറ്റില്ല. അത് വളരെ കഴിവുള്ള നടന്മാർക്ക് ഇറങ്ങിച്ചെന്ന് പറ്റാവുന്ന ഒരു രംഗമാണ്. അതിലും ഈ പ്രതീഷ് വളരെ ബ്രില്യൻ്റായിട്ട് ഇതെടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓൾറൗണ്ട് ലെവലിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഈസ് വെരി വെൽ, വളരെ സൂപ്പറാണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ പിന്നെ മകനൊക്കെ പറഞ്ഞത് അദ്ദേഹം ഒരു ലവ് ഫെയിലിയർ അഭിനയിക്കണതിൽ വളരെ മിടുക്കനാണെന്ന്. പക്ഷെ എൻ്റെ അഭിപ്രായം അത് ഞാൻ കോട്ട് ചെയ്തുകൊണ്ട് പറയണത്, പ്രതീഷിന് അങ്ങനെ മാത്രമല്ല, അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ഇൻ്റലിജൻ്റ് നടനെന്നാണ് ഞാൻ ഈ പറയണത്. കാരണം അദ്ദേഹത്തിന് എല്ലാ മേഖലയിലും ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കിട്ടുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ മെല്ലെ 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 എല്ലാ മേഖലയിലും കഴിവുള്ളതുകൊണ്ട് അദ്ദേഹം മെല്ലെ മെല്ലെ വളരെ ശോഭിക്കും. മെല്ലെ മെല്ലെ 500-1000 കോടി ക്ലബ്ബുകളൊക്കെ ചെയ്യാൻ ഒരു നിലയിലെത്തുന്ന 10-15 വർഷത്തിനകത്തെത്തുന്ന ഒരു നടനായിട്ട് ഇദ്ദേഹം മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇദ്ദേഹം വേറെ നമ്മുടെ കൈവിട്ടൊന്നും പോയില്ല എങ്കിൽ, ഒരു സൂപ്പർ സ്റ്റാർ പദവിയുടെ ഒരു ലെവലൊന്നും ഇദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് കയറിയില്ല എങ്കിൽ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ കമലഹാസൻ ഒരിക്കലും സൂപ്പർ സ്റ്റാർ പദവി തലയ്ക്ക് കയറാത്ത ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം എന്നും ഒരു ലിജൻഡ് തന്നെയാണ്. അപ്പോൾ അതുപോലെ എന്നല്ല ഞാൻ പറയണത്, തലയ്ക്ക് കയറിയില്ലെങ്കിൽ മെല്ലെ മെല്ലെ ഗ്രോത്തിൽ കയറിപ്പോകാനുള്ള സാധ്യതയുള്ള ഒരു മിടുക്കൻ നടനാണ് പ്രതീഷ് രംഗനാഥൻ. അദ്ദേഹത്തിൻ്റെ ഈ സിനിമ തിയേറ്ററിൽ 2 മണിക്കൂറും 19 മിനിറ്റും വളരെ സ്മൂത്താണ് കണ്ടിറങ്ങിയെന്ന് പറയേണ്ടി വരും. ഇതാണ് ഈ സിനിമയെക്കുറിച്ച് പറയേണ്ടത്. ഈ സിനിമ ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആണോ എന്നിട്ട് തീർച്ചയായിട്ടും ആണ്. ഈ പടം ഒരു 100 കോടി ക്ലബ്ബിൽ ഈസി ആയിട്ട് എത്തും. 25-30 കോടി രൂപ ബഡ്ജറ്റാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. ഈ പടം എൻ്റെ കണക്കൂട്ടൽ 100 കോടി രൂപ ഈസി ആയിട്ട് എത്തും. കാരണം ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയിലോട്ട് മാറാനുള്ള ചാൻസുള്ള എല്ലാ ചേരുവകളും ആ സിനിമയിലുണ്ട്. കാരണം പുതിയ ജനറേഷനിലെ കുട്ടികളുടെ അതായത് അടുത്ത തലമുറയുടെ കുട്ടികളുടെ അടുത്ത തലമുറ തന്നെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയും ഇനി അടുത്ത തലമുറയിൽ എത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ വളരെ രസകരമായ രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള സിനിമയാണ്. ഡൂഡ് നല്ലൊരു എക്സലൻറ്റ് ഫിലിമാണ്. അതൊരു തിയേറ്റർ വാച്ച് സിനിമയാണ്. നിങ്ങൾ കുടുംബമായിട്ട് കാണാൻ പറ്റും, കൂട്ടുകാരായിട്ട് കാണാൻ പറ്റും, ലവേഴ്സായിട്ട് കാണാൻ പറ്റും, അങ്ങനെ എല്ലാവരുമായിട്ട് കാണാൻ പറ്റുന്ന ഒരു നല്ല ചിത്രം തന്നെയാണ് ഡൂഡ്. നിങ്ങളും പ്രേക്ഷകർ കഴിവിൻ്റെ പരമാവധി തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ഇത് പാൻ ഇന്ത്യ ലെവലിലോ പാൻ വേൾഡ് ലെവലിലോ ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യതയുള്ള നല്ലൊരു ചിത്രം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പക്ഷേ ഹമ്പിളാണ്, ഹഗ്ഗിങ് ആണ്. അതായത് നമുക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. അതായത് ഈ പഴയ മിഡിൽ ജനറേഷനിൽ നിൽക്കുന്ന ഞാനിത് പുതിയ ജനറേഷനെ കുറിച്ച് പറയണമെങ്കിൽ ആ സിനിമ എത്ര നന്നായിരിക്കുന്നുവെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് മനസ്സിലാവും തിയേറ്ററിൽ പോയി കാണുമ്പോൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർ തിയേറ്ററിൽ പോയി സിനിമ കാണുക. അത് എൻ്റെ അഭിപ്രായം പറഞ്ഞു. പിന്നെ ഇനി ഈ സിനിമയുടെ ആഴങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്നാൽ സിനിമയ്ക്ക് ഒരു ആഴമുണ്ട്. അത് ഞാൻ പ്രേക്ഷകരാരും ശ്രദ്ധിക്കണുള്ളതായിട്ട് പല സിനിമകൾക്കും ഒരു ആഴമുണ്ട്. ആ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രേക്ഷകർ ഒരിക്കലും ഇറങ്ങിച്ചെല്ലാറില്ല. അത് ഇറങ്ങിച്ചെല്ലാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഇറങ്ങി എത്താതിരിക്കും. ഇപ്പം എനിക്ക് എത്ര കൊണ്ട് അറിവ് കുറവുണ്ടോ, അറിവെന്ന് പറയുമ്പോൾ അറിവ് നമ്മൾ ഈ പുസ്തകങ്ങളിൽ നിന്ന് വരുന്ന അറിവല്ല, അല്ലെങ്കിൽ നമ്മൾ ആരോ പറഞ്ഞു കേട്ട അറിവല്ല, പിന്നെ നമ്മൾ വായിച്ചത് മാത്രം കൊണ്ട് വരുന്ന അറിവല്ല.
നമ്മുടെ നിരന്തരമായ വീക്ഷണത്തിലും നമ്മളിതെല്ലാം പുസ്തകത്തിൽ കൂടി പഠിച്ച അറിവും, പിന്നെ സമൂഹത്തിൽ നിന്ന് ലഭിച്ച അറിവും, മറ്റ് സയൻസ് ലെവലിൽ നിന്ന് അനുഭവിച്ച അറിവും, മതപരമായ കാര്യങ്ങളിൽ നിന്ന് അനുഭവിച്ച അറിവും, ഇതെല്ലാം നമ്മൾ അല്പം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം, എന്ന് പറഞ്ഞാൽ ഈ മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ നമ്മളത് നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം നമ്മളത് സമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് പ്രതിപ്രവർത്തിക്കുന്നു എന്ന് ദീർഘവീക്ഷണത്തോടെ നിങ്ങളെ ബ്രെയിൻ ഉപയോഗിച്ച് നിങ്ങൾ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും സമൂഹം എങ്ങനെയാണ് ഓടുന്നത്. ഫ്രോഡാണോ ദൈവികതയോടെയാണോ ഓടുന്നത്? ഫ്രോഡാണോ ദൈവികതയോടെയാണോ ഓടുന്നത്? അത് എങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട് ഈ സിനിമ. പ്രേക്ഷകർ ആലോചിക്കണായിരിക്കും ഇതെന്താണ് ഇവൻ പറയണമെന്ന്. ഈ സിനിമ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത്. നമ്മൾ പഠിക്കുന്നതിലല്ല കാര്യം, പഠിക്കുന്നത് പഠനം മാത്രമാണ്. സമൂഹത്തിൽ നിന്ന് കേൾക്കുന്ന അറിവും നമ്മൾ കാണുന്ന അറിവുകളൊക്കെ അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ വച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് സമൂഹത്തെ സ്റ്റഡി ചെയ്യണം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി, ജാതിസം, മതം, സ്കൂളിലെ പഠനം, സയൻസ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് തിരിച്ച് സമൂഹം എങ്ങനെ ജീവിക്കുന്നതെന്ന് സ്റ്റഡി ചെയ്ത് നോക്കണം. സ്റ്റഡി ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് വരും. ആ കാഴ്ചപ്പാടിനനുസരിച്ച് ചിലർ എന്ത് ചെയ്യുന്നു, പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യപ്പെടുന്ന, കൂടുതൽ ആൾക്കാർ ഒത്തുകൂടുന്ന ഇത് മതത്തിലാണെങ്കിൽ ആ മതത്തെ പിടിച്ചു വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും. മറ്റു കുറച്ച് പേര് ജാതിയെ പ്രതിനിധിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പിടിച്ച് വെച്ച് ചെയ്യും. ഇനി വളരെ ന്യൂനപക്ഷമുള്ള ജനമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് നോളജഡ് ആയിരിക്കും, വളരെ സൈലൻ്റ് ആയിരിക്കും. അങ്ങനെ ഉള്ളവരുടെ ഒരു കൂട്ടത്തിലോട്ട് ഇടപെടാനാണെങ്കിൽ ന്യൂനപക്ഷം അതിലോട്ടും പോകും. അപ്പം ഇതിനെ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത്. അതൊരു വശത്ത്, അത് ഞാൻ സൂചിപ്പിച്ചെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സമൂഹത്തെ നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കണം. നന്നായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ചുറ്റുപാടുകളെ മനസ്സിലാവും. ഈ ചുറ്റുപാടുകൾ എന്താണ് നടക്കുന്നത്, എന്തൊക്കെ പോസിറ്റീവ് ഉണ്ട്, എന്തൊക്കെ നെഗറ്റീവ് ഉണ്ട്, അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഈ സിനിമ അതെങ്ങനെ ക്രോഡീകരിക്കുന്നു, എങ്ങനെ അതിനെ യോജിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു സിനിമ മാത്രമാണ്. പക്ഷേ ഇതിൽ എങ്ങനെ യോജിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് 20/20/25 ഇന്ന് ഒക്ടോബർ 17, ഈ ഒക്ടോബർ 17 ഇറങ്ങിയിരിക്കുന്ന ന്യൂ ജനറേഷൻ കുട്ടികളുടെ സിനിമയാണ് ഡൂഡ് എന്ന് പറഞ്ഞ സിനിമ. ഏറ്റവും ലേറ്റസ്റ്റ് കുട്ടികളുടെ ലേറ്റസ്റ്റ് ചിന്തയുടെ, ലേറ്റസ്റ്റ് രീതിയിൽ ടെക്കിയായിട്ട് ജീവിക്കുന്ന, ലേറ്റസ്റ്റ് രീതിയിൽ പഠനം ലഭിച്ച CBSE ആവട്ടെ, ICSE ആവട്ടെ, സ്റ്റേറ്റ് സിലബസ് ആവട്ടെ, ഏതോ ആവട്ടെ, അതാത് സ്റ്റേറ്റിൻ്റെ അതാത് രാജ്യത്തിൻ്റെ ഏത് നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നേടുക ചെയ്യട്ടെ. അത്തരം കുട്ടികളുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എന്തെന്നുള്ളത് അവരെ എത്തിയിരിക്കുന്ന രീതി, ആ നിലയിലോട്ട് അവർ ഓപ്പണായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ജീവിതത്തിൻ്റെ പിന്നിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ചില വ്യവസ്ഥകൾ തുറന്നു കാണിക്കുന്നുണ്ട് സിനിമ. അതിലെ കുട്ടികൾ വൈബ്രേറ്റായി പോണത് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഈ കുട്ടികൾ വൈബ്രേറ്റ് ആവുന്നുണ്ടോ എന്ന് ഇട്ട് കഴിഞ്ഞാൽ 100-ൽ 96% കുട്ടികൾ ഇപ്പോഴും വൈബ്രേറ്റഡ് ആണ്. ഇനി എന്താണ് വൈബ്രേറ്റിംഗ് എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഈ സിനിമ പറയുന്ന ഒരു വൈബ്രേറ്റിംഗ് ഉണ്ട്. വൈബ്രേറ്റിംഗ് നമ്മളിങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത് വൈബ്രേറ്റിംഗ്. അത് മറ്റൊന്നുമല്ല, മതവും ജാതിയുമാണ്. ഈ 20-25 നൂറ്റാണ്ടിൽ മതവും ജാതിയുമാണ് അതിനകത്ത് കളിക്കുന്നത്. ഈ മതം എന്ന് പറയുന്നത് മാറാൻ പറ്റും. നിങ്ങൾക്ക് ഒരു മതം ഇഷ്ടമില്ലെങ്കിൽ മറ്റൊരു മതത്തിലോട്ട് മാറാൻ പറ്റും, അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പറയും. ഇനി ജാതി, അത് മാറാൻ പറ്റൂല. ജാതി മാറാൻ പറ്റുമോ?
നിങ്ങളൊരു ബ്രാഹ്മണനിൽ നിന്ന് നിങ്ങൾക്കൊരു ശൂദ്രനായി മാറാൻ പറ്റുമോ? നിങ്ങൾക്കൊരു ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനായിട്ട് മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു നായരിൽ നിന്ന് മേനോനായിട്ട് മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ മേനോനിൽ നിന്ന് നാടാറായിട്ട് മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ ധീവര ബുക്കുവർ സമുദായത്തിൽ നിന്നോ ഇത്തരം സമുദായത്തിൽ നിന്ന് മറ്റൊരു ഇതിലോട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുമോ? അങ്ങനെ മാറാൻ സമൂഹം അനുവദിക്കുമോ? അനുവദിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയൂ. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റും. നിങ്ങളുടെ ധീവര സമുദായത്തിലുള്ള കുട്ടിയെ ബ്രാഹ്മണൻ കുട്ടി കല്യാണം കഴിക്കും. ബ്രാഹ്മണ സമുദായത്തിലെ കുട്ടിയെ മേനോൻ കുട്ടി കല്യാണം കഴിക്കും. മേനോൻ സമുദായത്തിലെ കുട്ടിയെ ശൂദ്ര താഴേക്കടയിലുള്ള കുട്ടി, നിങ്ങൾ താഴേക്കടയിൽ നിന്ന് മറ്റൊരു സമുദായത്തിലെ കുട്ടി കല്യാണം കഴിക്കും. താഴേക്കടയിലുള്ള സമുദായത്തിലുള്ള കുട്ടിയെ നായർ കമ്മ്യൂണിറ്റി കല്യാണം കഴിക്കും. നായർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടിയെ നാടാർ കമ്മ്യൂണിറ്റി കല്യാണം കഴിക്കും. നാടാർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളിനെ മറ്റൊരു ആദിവാസി സമൂഹം കല്യാണം കഴിക്കും. ഇങ്ങനെ കല്യാണം കഴിക്കാം. പക്ഷെ അങ്ങനെ ഒരു വിവാഹം നമ്മുടെ സമൂഹം അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ടോ? പ്രണയവിവാഹത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നടക്കുന്നുണ്ടോ? ഇത് 2025 നടക്കുന്നുണ്ടോ? ആരെങ്കിലും അറേഞ്ച്ഡ് മാരേജിൽ സ്വന്തം സമുദായത്തിലുള്ളവരെ ഇപ്പോഴും സമുദായത്തിലോട്ട് കൊടുക്കുന്നതല്ലാതെ ഈ ടെക്നോളജി വികസിച്ചു, വിദ്യാഭ്യാസം വന്നു, ഇതാ മൊബൈലിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ കഥ പറയുന്നു, ഈ മൊബൈൽ ഉണ്ടാക്കിയതേ ആരോ, നെറ്റ് കണ്ടുപിടിച്ചതേ ആരോ, ഇതിൻ്റെ പ്രോഡക്റ്റ്, ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കണ്ടുപിടിച്ചത് ആരോ, ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചൊരു പ്രോഡക്റ്റാക്കി കമ്പനി തന്നത് ആരോ, ഇങ്ങനെ ആരോ ഒക്കെ ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യണം. നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നൂറ്റാണ്ടുകളായി നമ്മളെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച വ്യവസ്ഥ നമ്മൾ പിന്തുടരുന്നില്ലേ? എന്തെങ്കിലും മാറ്റമുണ്ടോ? സയൻസ് വികസിച്ചു, വിദ്യാഭ്യാസം നേടി, ഇതാ നല്ല വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. 50,000 1 ലക്ഷം നല്ല കണക്ക്. 500 രൂപ ആവട്ടെ, 200 രൂപയാവട്ടെ, എൻ്റെ ശരീരത്തിൽ എനിക്ക് മറയ്ക്കാം. എൻ്റെ ശരീരത്തിൽ എനിക്ക് വേണമെങ്കിൽ മറയ്ക്കാം, വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഒരു കാലത്ത് ഒരു തോൾമുണ്ടിടണമെങ്കിൽ പോലും ടാക്സ് കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ മറ്റവൻ്റെ ഔദാര്യം വേണമായിരുന്നു. തോൾമുണ്ടിട്ടാൽ ഊരിക്കളയുമായിരുന്നു. കസവ് വെച്ച പിന്നെ നമ്മുടെ എന്താ പറയണേ, നമ്മുടെ കൈത്തറി ഉപയോഗിക്കണമെങ്കിൽ അത് വലിയ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂമായിരുന്നു. അതിൽ തന്നെ കൈത്തറി ഉപയോഗിച്ച ഒറ്റമുണ്ട് പോലും ഉടുക്കാൻ പലർക്കും അനുമതിയില്ലായിരുന്നു. ആലോചിക്കണം. ഇങ്ങനെ ഇതിൽ നിന്നെല്ലാം നമ്മൾ മാറി, സയൻസ് വികസിച്ചു, എല്ലാം നമ്മളെ കയ്യിൽ വെച്ച് നമ്മൾ ഉപയോഗിച്ചിട്ടും, ഇതെല്ലാം പലരായിട്ട് കണ്ടുപിടിച്ച് നമ്മുടെ വീട്ടിൽ സ്വാതന്ത്ര്യപരമായിട്ട് നമ്മൾ പല ജീവിത മാർഗത്തിൽ കൂടി ഉപയോഗിച്ചിട്ടും നമ്മളിലുള്ള ജാതിവെറി, മതവെറി, വർണ്ണവെറി മാറുന്നുണ്ടോ? കാരണം പല വർണ്ണത്തിലുള്ളവരും പല ജാതിയിലുള്ളവരും പല മതത്തിലുള്ളവരും പലയിടത്ത് നിന്നും പണിയെടുത്തിട്ട് യോജിപ്പിച്ച ഒരു സാധനമാണ് ഇതാ നിങ്ങളെ മുമ്പേ ഇരിക്കണ ഈ മൊബൈൽ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണതൊന്നും 100 കണക്കിന് ഡിഫറൻറ്റ് ജാതിയിലും മതത്തിലും വർഗത്തിലും വർണ്ണത്തിലും പെട്ട മനുഷ്യരാണ്. അത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മുടെ വീട്ടിലൊരു ആവശ്യം വന്നാൽ നമ്മൾ ജാതി ഉപയോഗിക്കുന്നു, മതം ഉപയോഗിക്കുന്നു, വർണ്ണം ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കണമെങ്കിൽ കഴിച്ചു. നിങ്ങൾ മതത്തിൽ നിന്ന് നിങ്ങൾ മാറണില്ലെങ്കിൽ മാറണ്ട. നിങ്ങളുടെ മതം ആണെങ്കിൽ അതെങ്കിലും അങ്ങ് നിന്ന് വച്ചോ. പക്ഷെ മറ്റൊരാൾ മാറി ചിന്തിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ അതിനെ എതിർക്കുന്നത്? പുതിയ തലമുറ മാറി ചിന്തിക്കുന്നുവെങ്കിൽ അതിനെ എന്തിനാണ് എതിർക്കുന്നത്? അല്ലെങ്കിൽ കൃത്രിമമായിട്ട് പുതിയ തലമുറയിലോട്ട് അതെന്തിനാണ് നിങ്ങൾ അത് ഒരു സാമൂഹിക പുണ്ണാക്കാണെന്ന്, സമൂഹത്തിലെ പുണ്ണാക്കാണെന്ന് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്? അതിൻ്റെ തെളിവല്ലേ ഇപ്പോഴും നടക്കുന്ന വിവാഹങ്ങൾ, നാട്ടിൽ നടക്കുന്ന എല്ലാ വിവാഹങ്ങളും നിങ്ങൾ നോക്കിയേ. നായർ നായരെ കിട്ടൂ, ബ്രാഹ്മണൻ ബ്രാഹ്മണനെ കിട്ടൂ, മേനോൻ മേനോനെ കിട്ടൂ,
നാടാരെ കിട്ടൂ, മുക്കൂരെ കിട്ടൂ. താഴോട്ടുള്ള ഞാൻ പറയുന്നില്ല, അതൊരു ജാതി അവരെ അധിക്ഷേപിച്ചു എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ടോപ്പിൽ കുറച്ച് അങ്ങനെ പറയാം. ഇനി തിരിച്ചു കൊടുക്കൂ. പുലയരെ കിട്ടൂ, പറയരെ കിട്ടൂ, ആദിവാസിയെ കിട്ടൂ. അങ്ങനെ കെട്ടിക്കൂ. പക്ഷെ ഒരു തലമുറ മാറി ചിന്തിക്കുന്നുവെങ്കിൽ അവിടെ എവിടെയാണ് നിങ്ങൾ ഡീവേരിയേഷൻ ഉണ്ടാകുന്നത്? അവിടെ അപ്പോഴും നിങ്ങൾക്ക് എന്താണ് വൈബ്രേറ്റ് ചെയ്യണേ? ഞാൻ ചോദിക്കുന്നത്, പുതിയ തലമുറയിലെ കുട്ടികളിൽ തന്നെയും ഈ മാറ്റം എത്ര? സിനിമ അത് പറയുന്നുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികളിലും ഈ മാറ്റം എത്ര? ആ മാറ്റം ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ രാജ്യം ഇടുന്നുണ്ടാവാം. പക്ഷെ നമ്മുടെ രാജ്യത്തിനകത്ത് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ പോണേ? എൻ്റെ നാട്ടിൽ അങ്ങനെയാണ് പോണേ. എൻ്റെ നാട് ഇതായി ട്രിവാൻഡ്രമാണേ. ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ നാട്ടിൽ ഞാൻ ഒരു മാറ്റവും കണ്ടിട്ടില്ല. എൻ്റെ നാട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കേരളക്കരയിൽ മൊത്തം അത്യാവശ്യ യാത്ര ചെയ്യുന്ന ആളാണ്. തമിഴ്നാട് യാത്ര ചെയ്യുന്ന ആളാണ്. ആന്ധ്ര, കർണാടക ഒക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. ഡൽഹി യാത്ര ചെയ്യുന്ന ആളാണ്. ആസാമിലൊന്നും പോയിട്ടില്ല. ഇങ്ങനെ ഇവിടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ആളാണ്. വർക്കുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പോയിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ പോകുന്ന ആളാണ്. പക്ഷെ ഞാനെങ്ങും കാണുന്നില്ല കേട്ടോ. ഇതിൽ മറ്റുള്ളിടത്ത് കാണാത്തതേ പോട്ടെ, കേരളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാക്ഷരത കേരളം, സുന്ദര കേരളം, 100% എഡ്യൂക്കേഷൻ പീപ്പിൾ. എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാത്ത ആരുമില്ല. അമ്മമ്മയ്ക്ക് വരെ അറിയാം. 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരു പുതിയ തലമുറയില്ല. +2 പഠിക്കാത്ത പെൺകുട്ടികളില്ല. ഡിഗ്രി ഹോൾഡറില്ലാത്ത ടോപ്പ് ക്ലാസ് ഡിഗ്രിക്ക് മുകളിൽ എഡ്യൂക്കേഷനുള്ള 40-50% കൂടുതലുള്ള ആൾക്കാരുള്ള നാട്. വിദേശത്ത് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മനുഷ്യർ, വിദേശത്ത് പോയി വരുന്നതിൽ ഏറ്റവും മുന്നിലുള്ളവർ, ഇവരിലൊന്നും ഒരു മാറ്റവും കാണുന്നില്ല. വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യും. അറബി നാട്ടിൽ പോയി ജോലി ചെയ്യും. തിരിച്ചിവിടെ വരുമ്പോൾ തനി സ്വഭാവം കാണിക്കും. അവിടെ പോയി അവൻ്റെ പൈസ എടുക്കും. ഇവിടെ നിന്ന് യൂറോപ്പിൽ പോകും ജോലി ചെയ്യും. തിരിച്ചു വരുമ്പോൾ തനി സ്വഭാവം കാണിക്കും. ഇവിടെ നിന്ന് അമേരിക്കയിൽ പോകും ജോലി ചെയ്യും. തിരിച്ചു വരുമ്പോൾ തനി സ്വഭാവം കാണിക്കും. തനി ജാതിസം കാണിക്കും. തനി മതം കാണിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് അവിടെയും പോയിട്ട് ഇപ്പോൾ ഇതൊക്കെ കാണിക്കണമെന്നാണ് എൻ്റെ അറിവ്. അത്രയ്ക്ക് മൃഗീയമായിട്ട് കുത്തിവെച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ജാതിസം അല്ലെങ്കിൽ മതം. പിന്നെ മതം മാറുകയെങ്കിലും ചെയ്യാം, ജാതിസം മാറിയില്ല. എന്ത് ഫോഷ്കാണ്! വെറും 4000 വർഷത്തെ പാരമ്പര്യമാണ് ഈ ജാതിസത്തിനുള്ളത്. വെറും 4000 വർഷത്തെ പാരമ്പര്യമുള്ളൂ ജാതിസത്തിന്. അത് നമ്മുടെ ഏഷ്യ സംസ്കാരത്തിൽ മാത്രം ഉള്ളതാണ്. ഏഷ്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളിനിപ്പോൾ ഇന്ത്യ എന്ന് പറയണത് ഇന്ത്യ എന്ന് പറയുന്നത് വല്ലാത്തൊരു സംസ്കാരമൊന്നും അല്ല. ഏഷ്യ സംസ്കാരത്തിലുള്ളത് വെറും 4000-4500 വർഷത്തിനകത്തേ ഉള്ളൂ ഈ പാരമ്പര്യം. അതിനകത്താണ് ഇതുണ്ടായത്. അത് പലരുടെയും അടക്കിവാണ് പോയത്. ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ അത്രയും അതിലോട്ട് പോകണില്ല. ഇനി ബാക്കി കാര്യം നിർത്തണം. ഈ ജാതിസം ഈ സിനിമ നന്നായിട്ട് തുറന്ന് കാണിക്കുന്നുണ്ട്. വളരെ നൈസായിട്ട്, വളരെ സിമ്പിളായിട്ട് നമ്മുടെ പുതിയ തലമുറയിലെ പിള്ളേർക്ക് എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് അറിയാം. ഡയറക്റ്റ് പറഞ്ഞാൽ ആരും കേൾക്കൂല. അതുകൊണ്ടാണ് ഈ കുട്ടികൾ എവിടെയെങ്കിലും പോയി ഡയറക്റ്റ് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കും. ഒരു സ്കൂളിൽ പോയി പറഞ്ഞാൽ കേൾക്കും, ഒരു ഓപ്പൺ വേദി പറഞ്ഞാൽ കേൾക്കും, ഒരു കോളേജിൽ പോയി പറഞ്ഞാൽ കേൾക്കും, ഒരു മത സ്ഥാപനത്തിൽ പറഞ്ഞാൽ കേൾക്കും. ഒരിടവും കേൾക്കൂല. എല്ലാവരും അതാത് പേരുടെ ജാതിയോ മതവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയ തലമുറയിലെ പിള്ളേർക്കറിയാം എവിടെ കൂടെ അത് പറയണമെന്ന്. അതവർ സിനിമയിൽ കൂടെ പറയുകയാണ്, ലൈറ്റ് സ്ക്രിപ്റ്റിൽ കൂടെ പറയണം. ഇങ്ങനെ മനുഷ്യന്റെ അകക്കാമ്പിന്റെ അന്തരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഒരു തീജ്വാല തന്നെയാണ് ജാതിയും മതവും. അതിൽ മതം മാറാം, ജാതി മാറാൻ പറ്റൂല എന്ന് തെളിയിച്ച് പിള്ളേർ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് ഡൂട്ട്. അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ഈ സിനിമയ്ക്ക് എൻ്റെ തികഞ്ഞ അഭിനന്ദനങ്ങൾ. അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തതുകൊണ്ട് ഈ സിനിമയ്ക്ക് എൻ്റെ അടുത്ത് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കാൻ പറഞ്ഞു വെച്ചാൽ 10ൽ 10 സ്റ്റാർ ഞാൻ സ്ക്രിപ്റ്റിന് കൊടുക്കും. വിഷയം ഇതാണ്, 10ൽ 10 സ്റ്റാറും കൊടുക്കും. എന്നാൽ ഞാനിപ്പോഴും പറയണം, കാന്താര എന്ന് പറയുന്ന പുതിയ ഈ സിനിമയ്ക്കുണ്ട് 700 കോടിയിലെത്തി നിൽക്കുകയാണ്. ആ സിനിമയിൽ ഇങ്ങനെ ഒരു അകക്കാമ്പുണ്ടോ, അന്തരംഗത്തിൽ ഒരു ആത്മീയത ഉണ്ടോ, ഇങ്ങനെ ഒരു ആത്മീയത ഉണ്ടോ എന്ന് കേട്ടാൽ ആ പടത്തിന് കൊടുക്കാൻ പറ്റുന്നത് വെറും വട്ടപൂജ്യമാണ്. അങ്ങനെ നോക്കിയാൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് പറയുമ്പോൾ കാന്താര മോശ സിനിമയെന്നല്ല ഞാൻ പറഞ്ഞത്. അത് സിനിമയായിട്ട് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ
ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ അകക്കാമ്പിലോട്ട് ആഴ്ന്നിറക്കിയെടുക്കുമ്പോൾ ഈ ഡൂഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് 10-ൽ 10 സ്റ്റാർ കൊടുത്താൽ കാന്താരയ്ക്ക് കൊടുക്കാൻ പറഞ്ഞാൽ വട്ടപൂജ്യം മാത്രമാണ്. കാരണം ആ സിനിമയുടെ എല്ലാ പോർഷനിലും സവർണ മേധാവിത്വം പറയുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, ആ പടത്തിന്റെ എല്ലാ പോർഷനുകളിലും അനാചാരം പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അത് എടുത്ത ഋഷഭ് ഷെട്ടിക്ക് മോശമെന്നല്ല പറയണേ. അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹത്തിന്റെ പ്ലാനിങ്, അതൊക്കെ ഞാൻ 100% അംഗീകരിക്കുകയാണ്. അദ്ദേഹം അതിൽ വിശ്വാസിയുമായിരിക്കാം. പക്ഷേ പുതിയ തലമുറയിലെ കുട്ടികൾ എങ്ങനെ പോകുന്നു, എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് ഇതിൽ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതായത് അവർ സിമ്പിളായിട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ അത്ര എത്തിയിട്ട് പോലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഓപ്പൺ മാരേജുകളിലൊന്നും തന്നെയും ഇത് എത്തിയിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. കേരളത്തിയിട്ടില്ല. പിന്നെയാണ് നമ്മൾ തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഡൽഹി, അസം, ഛത്തീസ്ഗഡ് എത്തിയിട്ടില്ല. തെക്കൻ തിരുവിതാംകൂറോ വടക്കൻ തിരുവിതാംകൂറും കൂടെ ചേർന്ന് തമ്മിൽ തല്ലിക്കൊണ്ട് നടന്ന നാട്ടില് കാലം മാറി ഇപ്പോഴും എല്ലാവരും പല ലോകം മൊത്തം കണ്ടിട്ട് എത്തിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ നല്ല സിമ്പിളായിട്ട് നൈസാ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റിന് 10-ൽ 10 മാർക്ക് കൊടുത്ത് 10-ൽ 10 സ്റ്റാർ കൊടുത്തിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ്. ഈ ഒരൊറ്റ വിഷയം തന്നെയാണ് ഈ പടത്തിന് ഞാൻ ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതിന് പുതിയ തലമുറയിൽ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞ ആരെങ്കിലും കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് വന്നിരിക്കുന്നത്. പ്രേക്ഷകർക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. 190 എണ്ണത്തിന് മനസ്സിലായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഷെയർ ചെയ്തു. നല്ല ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ്, നല്ല ഫിലിം. പിന്നെ പ്രതീഷ് രംഗനാഥൻ, ഞാൻ നോക്കി തന്നെ വായിക്കണം, എനിക്ക് കാണാതെ അറിയില്ല. രംഗനാഥനും ടീമിനും നല്ല അഭിനന്ദനങ്ങൾ. നല്ല ഫിലിം കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ നല്ല സിനിമ എന്ന് പറയുന്നത് ഇതുകൊണ്ടല്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ അതിലെടുത്ത് അതുകൊണ്ടാണ് അതിന് 10-ൽ 10 സ്ക്രിപ്റ്റിന് കൊടുത്തത്. പടം നല്ല സ്മൂത്താണ്, നല്ല സ്റ്റൈലാണ്, നല്ല കോമഡി, ഇച്ചിരി പാട്ട്, ഇച്ചിരി സെൻറ്റിമെൻറ്റ്സ്, നല്ല സസ്പെൻസ് ചെയ്ത് പോകണം, ഡ്രാമാറ്റിക് ലെവല്, നല്ല ഫ്രണ്ട്ഷിപ്പ്, ലവ്ലി ഫ്രണ്ട്ഷിപ്പ്. ഇതൊക്കെ ഇപ്പോൾ കാണാനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ജാതി മതമൊക്കെ വല്ലാതെ അങ്ങ് കയറിയതോടുകൂടി ഇതൊക്കെ അങ്ങ് ശുഷ്കിച്ചു പോയി. പിന്നെ നമ്മൾ സെൽഫ് ചിന്താഗതിയും കൂടിയതോട് ഇതൊക്കെ ശുഷ്കിച്ചു പോയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയാവണമെന്നില്ല. എൻ്റെയും ഒരു രീതി അങ്ങനെ ആയിക്കൊണ്ടിരിക്കണമെന്ന് പോലും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് കേട്ടോ. വളരെ നല്ല സൗഹൃദങ്ങളോ അല്ലെങ്കിൽ മറ്റ് പലതുമൊക്കെ തന്നെ ശുഷ്കിച്ചു പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇതെല്ലാം കൂടെ നല്ല ഫീൽ ഗുഡ് ഫിലിമാണ് ഡൂഡ്. അതിൽ കൈകാര്യം ചെയ്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഒപ്പം ഡൂഡ് സിനിമ പൊതുവെ ഒരു നല്ല ഒരു സ്മൂത്ത്ലി ഒരു ഫാമിലി ഫിലിം കൂടെയാണ്. പടത്തിൽ ധാരാളം ഫാമിലി അറ്റാച്ച്മെൻറ്റ് പറഞ്ഞുണ്ട്. ഈ ഫാമിലി അറ്റാച്ച്മെൻറ്റിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ നൈസായിട്ട് നമ്മളെ പിള്ളേർ നല്ല സ്റ്റൈലായിട്ട് പടം ഓടുന്ന രീതിയിൽ പൾസോടുകൂടി ഈ സാധനം കയറ്റി വിട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ സാധനം കയറ്റി വിട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടം നല്ല ഫിലിമാണ്, തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. മറ്റേ നല്ലൊരു സ്റ്റാൻഡേർഡ് തമിഴ് സിനിമ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സംബന്ധിച്ച് നല്ല കോമഡിയോടെ, നല്ല ഫാമിലി അറ്റാച്ച്മെൻറ്റോടെ, നല്ല ലവോടെ, നല്ല ഫ്രണ്ട്ഷിപ്പോടെ അങ്ങനെ പോകുന്ന നല്ലൊരു സ്മൂത്ത്ലി പടമാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. അപ്പോൾ ഇനി സിനിമയുടെ മറ്റു കാര്യങ്ങളൊക്കെ. ഈ പടത്തിൻ്റെ നിർമ്മാണം മൈത്രി മൂവീസാണ്. 25-30 കോടി രൂപയെ ബഡ്ജറ്റിലെടുത്ത ഈ സിനിമയുടെ മൈത്രി മൂവീസിന് നല്ല അഭിനന്ദനങ്ങൾ. കാരണം ഈ പടം 100 കോടി തിരിച്ചു പിടിക്കും. മൈത്രി മൂവീസിന് ഈ പടം എന്തായാലും പ്രോഫിറ്റ് ആയിരിക്കും. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ ഈ പടം പ്രോഫിറ്റ് ആയിരിക്കും. ഇപ്പം ഏത് പടം ഇതിൻ്റെ ഇടയിൽ കിടന്നാലും ഈ പടം പ്രോഫിറ്റായിട്ട് മാറും എന്ന് ഞാൻ ഉറപ്പിച്ചുകൊണ്ട് എന്തായാലും ഈ പടം 100 കോടി പിടിക്കാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതുപോലെയുള്ള 1000 പടങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരട്ടെ, ഇന്ത്യയിൽ നിന്നും വരട്ടെ. എന്നിട്ട് ആ പടങ്ങളെല്ലാം ലോകം മൊത്തം കളക്ട് ചെയ്ത്, ഇപ്പോൾ കാന്താര പോലെയും എല്ലാം കളക്ട് ചെയ്ത് പടം നമ്മുടെ നാട്ടിൽ വന്ന് കൂടട്ടെന്നേ. പിള്ളേരൊക്കെ ഇവിടെ കിടക്കട്ടെ, ഇവിടെ കിടന്ന് പണിയെടുക്കട്ടെ, നമ്മളോട് എൻജോയ് ചെയ്യട്ടെ. എങ്കിലല്ലേ നല്ല പടങ്ങൾ വരുള്ളൂ. സിനിമയല്ല പലതും വരുള്ളൂ. പിന്നെ ഈ പടത്തിൻ്റെ ക്യാമറ നികേത് ബൊമ്മി. നികേത് കഥയ്ക്കനുസരിച്ച് നല്ല ക്യാമറ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, മോശമില്ല. നല്ല ക്യാമറ,
നല്ല അഭിനന്ദനങ്ങൾ നികേത് ഭൂമിക്ക്. പിന്നെ ഈ പടത്തിന്റെ എഡിറ്റിംഗ് ഭരത് വിക്രമനും ഈ പടത്തിന്റെ ക്യാമറ കൈയറിഞ്ഞിരിക്കുന്ന പടത്തിന്റെ എഡിറ്റിംഗ് കൈയറിഞ്ഞിരിക്കുന്ന ഭരത് വിക്രമനും അഭിനന്ദനങ്ങൾ. നല്ല എഡിറ്റിംഗ്, ഒരിടത്തും ഇതില്ല, നല്ല സ്റ്റൈലായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിരിക്കണം. പിന്നെ ഈ പടത്തിന്റെ മ്യൂസിക് സായി അഭ്യങ്കർ. പടത്തിലെ മ്യൂസിക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, എല്ലായിടത്തും നല്ല സ്റ്റൈലോട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളാവട്ടെ, പ്ലേ ബാക്ക് സ്കോറിംഗ് ആവട്ടെ, ആവശ്യത്തിന് അനാവശ്യ ഏച്ച് കെട്ടൊന്നുമില്ല, നല്ല സ്മൂത്ത് മ്യൂസിക് കേട്ടോ, നല്ല സ്റ്റൈലായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നല്ല പ്രേക്ഷകരൊക്കെ നല്ല എഫക്റ്റോടെ പ്രതികരിക്കണം ഞാൻ തിയേറ്ററിൽ കണ്ടു. പിന്നെ ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, പടം റിലീസായിട്ട് ഇന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോലും തിയേറ്റർ കംപ്ലീറ്റ് ഫുള്ളായിരുന്നു. ആരും നെഗറ്റീവ് പ്രതികരണം ഇല്ലാതിരുന്നു തിയേറ്ററിൽ. കാരണം നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ പാനലിൽ വന്നിരിക്കുന്ന സിനിമ ഉണ്ടായിരിക്കും, വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. രണ്ടാമത് ഈ പടത്തിലെ യുവതികൾ ധാരാളം ഉണ്ടായിരുന്നു, യൂത്ത് പിള്ളേർ, അത് പടത്തിൻ്റെ പ്രത്യേകതയായിരിക്കും, അതും പറയുന്നു. അപ്പം മ്യൂസിക് സായി അഭ്യങ്കറിന് അഭിനന്ദനങ്ങൾ. പിന്നെ ആർട്ട് ഡയറക്ഷൻ സുരേഷ് സെൽവരാജ്. ഈ പടത്തിൻ്റെ ആർട്ട് ഡയറക്ഷൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞത്, ഈ പടം മറ്റ് പടങ്ങളിലുള്ള പോലെ വലിയ കട്ടൗട്ട്, വലിയ വലിയ കൊട്ടാരങ്ങളോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ പടത്തിൽ ആർട്ട് ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഓരോ സീനിലും ആ സീനിന് അനുയോജ്യമായിട്ട് നല്ല രീതിയിൽ അതിനകത്ത് വേണ്ട കാര്യങ്ങളുണ്ട്. അത് മീൻസ് ഒരു വീടിനകമായാലും ഒരു വലിയ ഹാളായാലും അല്ലെങ്കിൽ എൻ്റെ പുറത്തായാലും നല്ല രീതിയിൽ അതിനകത്ത് ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള ആർട്ട് ഡയറക്ഷൻ ആയാലും, പിന്നെ സീൻ ബൈ സീൻ മാറുമ്പോൾ വീട്ടിനകത്ത് വരുന്ന ചേഞ്ചൊക്കെ ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ഏച്ച് കെട്ടില്ലാതെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും 25-30 കോടി രൂപ പടത്തിന് ബഡ്ജറ്റ് വന്നത്. നല്ല ആർട്ട് ഡയറക്ഷൻ ആയിരുന്നു. സുരേഷ് സെൽവരാജിന് അഭിനന്ദനങ്ങൾ, ടീമിനും അഭിനന്ദനങ്ങൾ. പിന്നെ ഇതിൻ്റെ ഡാൻസ് കോറിയോഗ്രാഫി അനുഷ വിശ്വനാഥൻ. സിമ്പിൾ ആൻഡ് നൈസ്ലി ഡാൻസ് കോറിയോഗ്രാഫി, ഹെവി ലെവൽ അല്ലെങ്കിലും പടത്തിന് അനുയോജ്യമായ രീതിയിൽ നല്ല ഡാൻസ് കോറിയോഗ്രാഫി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം മോശമല്ല, സിമ്പിൾ സ്റ്റെപ്പുകൾ, ആർക്കും കളിക്കാൻ പറ്റുന്ന പോലത്തെ സിമ്പിൾ സ്റ്റെപ്പുകളിട്ട് പടത്തിന് അനുയോജ്യമായിട്ട് ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്ത അനുഷ വിശ്വനാഥിന് അഭിനന്ദനങ്ങൾ. പിന്നെ ഇതിൻ്റെ ആക്ഷൻ ഡയറക്ഷൻ യോനിക് ബെന്നിന് പൊതുവേ അദ്ദേഹം ഒത്തിരി നല്ലതായിട്ട് ഇവരുടെ ടീം ബെറ്ററാണ്. ഇതിലും ആക്ഷൻ സീക്വൻസ് കുറവാണെങ്കിലും ഉള്ളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അവർക്കും അഭിനന്ദനങ്ങൾ. പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ആക്ട്രസ് എന്ന് പറയുന്നത് പ്രതീഷ് രംഗനാഥൻ, ഒരു രക്ഷയില്ല, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ആ തുടക്കമേ പറഞ്ഞു. പിന്നെ നമ്മുടെ മമിത ബൈജു ഒക്കെ ഇനി മെല്ലെ മെല്ലെ സൗത്ത് ഇന്ത്യയും കീഴടക്കും, നോർത്ത് ഇന്ത്യയും കീഴടക്കും. അതിനുള്ള കാലിബർ ആ കുട്ടിയിലുണ്ട്, ആ കുട്ടി അത് ചെയ്യുന്നുണ്ട്. നല്ല, ഞാൻ സീൻ ബൈ സീനായിട്ട് പൊളിച്ച് വീഡിയോ കൂട്ടുന്നില്ല, വളരെ ലെങ്താണ് വീഡിയോ, നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പൊളിച്ച് പറയണില്ല, നല്ലതായിട്ട് ആ കുട്ടി കാലിബറുണ്ട്, ആ കുട്ടി തീർച്ചയായിട്ടും ഇന്ത്യ കീഴടക്കും. പിന്നെ ഇതിൽ ഉള്ളത് നേഹ ഷെട്ടി, ശരത് കുമാറിനെ പറഞ്ഞിട്ട് പറയാൻ വാക്കുകളില്ല കേട്ടോ. എന്ത് സ്റ്റൈലായി ശരത് കുമാർ, എന്ത് സ്റ്റൈലായിട്ടാണ്, ലൈറ്റി കോമഡി ആണ്, സിംപിളി ഹെവി വില്ലൻ. ലൈറ്റി കോമഡി, സിംപിളി ഹെവി വില്ലൻ. ചുമ്മാ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരത് കുമാർ തന്നെയാണ് കേട്ടോ. അതായത് നായകനെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പടം ഇങ്ങനെ മിന്നിക്കുന്നില്ലേ. ആ ശരത് കുമാറിൻ്റെ ഒരു പെർഫോമൻസ്, അത് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റൂല, എടുത്തു പറയാതിരിക്കാൻ പറ്റൂല എന്നാണ്. ശരത്തേട്ട, ശരത് ഭയ്യ, ശരത് അണ്ണ, എങ്കേ പോയിട്ടേ ഇരുങ്ക. നിങ്ങളെ കുറിച്ചൊക്കെ നമ്മളിനി വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ പിന്നെ ശരത് കുമാർ, പിന്നെ ഹൃദു, ഷാരൂൺ, രോഹിണി എല്ലാ സിനിമകളിലും. രോഹിണിയപ്പോൾ ഇപ്പോൾ ബാഹുബലി മുതൽ ഇങ്ങോട്ട് രോഹിണി തകർക്കുക തന്നെ, അല്ലെങ്കിൽ തന്നെ രോഹിണി തകർക്കുക തന്നെ. കൊച്ചിലെയുള്ള റഹ്മാനോടുള്ള ചിത്രങ്ങൾ, മലയാള ചിത്രങ്ങൾ, രോഹിണി അന്ന് മുതൽ തന്നെ രോഹിണിതായ ഒരു ഇടം പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രോഹിണിക്കും അഭിനന്ദനങ്ങൾ. അങ്ങനെ 25-30 കോടി രൂപ ചെയ്ത ഈ സിനിമ നല്ല ഒരു പ്രോജക്റ്റ് പോലെ പറയുകയും പുതിയ തലമുറയുടെ യാത്രയെ നല്ലപോലെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുകയും, ഒപ്പം നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുകയും ചിരിപ്പിക്കുകയും ഇമോഷണലാക്കുകയും ഫാമിലിയിലോട്ട് ടച്ച് ചെയ്ത് കൊണ്ടുപോവുകയും മദറിനും അച്ഛനുമൊക്കെ വൺ സൈഡിൽ നല്ല പ്രാധാന്യം കൊടുക്കുകയും, ഒപ്പം പുതിയ ജനറേഷൻ്റെ എല്ലാ സ്റ്റൈലിഷ് കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഈ ടീമിന്, ഈ പടത്തിൻ്റെ
ഡയറക്ഷൻ, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ കീർത്തീശ്വരൻ. നല്ല സ്ക്രിപ്റ്റുമായി, നല്ല ഡയറക്ഷൻ, നല്ല സ്റ്റൈലായിട്ടുണ്ട്. താങ്കൾ ഇനിയും കൂടുതൽ സിനിമകളൊക്കെ എടുത്ത് ഉന്നതങ്ങളിലെത്തട്ടെ. നന്നായിട്ടുണ്ട്. അങ്ങനെ ഈ ടീമിന് മൊത്തവും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പടം 100 കോടി ക്ലബും കഴിഞ്ഞ് കുതിക്കട്ടെ. മറ്റ് സിനിമകൾ ഇവരുടെ ബാനറിൽ തന്നെ പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ടീമിന് മൊത്തം എൻ്റെ അഭിനന്ദനം അറിയിച്ചുകൊണ്ടും ഗുഡ് മോർണിംഗ്, സൈനിങ് ഓഫ്, നോബക് സോളോ.